Hi everyone. Today in this section we will be studying about project management that basically deals with how a project is managed in an organization. ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഈ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഓരോ ഫേസസിലും ഉണ്ട്. നമുക്ക് എപ്പോഴും പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഫേസസിലും ഒരു മാനേജ്മെൻറ്റ് ക്രൈറ്റീരിയ നടത്തുന്നുണ്ട്. സോ വി വിൽ മൂവ് ഓൺ ടു ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ. എഫക്റ്റീവായിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് നമ്മൾ മാനേജ് ചെയ്യുമ്പം അതിന് എഫക്റ്റീവായിട്ട് വരുന്ന 4 കാര്യങ്ങളാണ് ദ 4 P's. ദ 4 P's ആർ പീപ്പിൾ, പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് ദി പ്രോജക്റ്റ്. അപ്പം ഈ 4 P ടേംസും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ദ പീപ്പിൾ. പീപ്പിൾ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പീപ്പിൾ എന്ന് പറയുന്നത്. സോ ദ പീപ്പിൾ ഫാക്ടർ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ദ SCI, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പീപ്പിൾ കെപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് പീപ്പിൾ CMM. വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് കെപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ നമ്മൾ പ്രീവിയസ് മോഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡാണ് നമ്മൾ എങ്ങനെയാണ് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ്. അപ്പോൾ പീപ്പിൾ CMM ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പീപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു മോഡലാണ്. സോ ദിസ് ഈസ് ബിക്കോസ് എവറി ഓർഗനൈസേഷൻ നീഡ്സ് ടു കണ്ടിന്യൂലി ഇംപ്രൂവ് ഇറ്റ്സ് എബിലിറ്റി. എല്ലാ ടൈമും കുറേ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻസ് തമ്മിൽ തന്നെ കോമ്പീറ്റൻസീസ് ഉണ്ടാവും. ഭയങ്കര കുറേ ആൾക്കാർ പെറ്റൻറ്റിന് വരുമ്പോൾ ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കുന്നതിന് തന്നെ പല രീതിയിലുള്ള എബിലിറ്റീസും നോക്കുന്നുണ്ടാവും. സോ ദ എബിലിറ്റി മെയിൻലി ഇസ് ടു അട്രാക്ട്, ഡെവലപ്പ്, മോട്ടിവേറ്റ്, ഓർഗനൈസ് ആൻഡ് റീറ്റെയിൻ. അട്രാക്ട് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ആൾക്കാരെ പ്രോജക്റ്റിന് വേണ്ടി അട്രാക്ട് ചെയ്യുക, അങ്ങനെ പല പല അട്രാക്ഷൻസും ഉണ്ട്. ഡെവലപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, പിന്നെ മോട്ടിവേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെയും കൂടി വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക, പിന്നെ കറക്റ്റായിട്ടെല്ലാം മീറ്റിംഗ്സ് ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും എല്ലാവരും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക, പിന്നെ റീറ്റെയിൻ ചെയ്യുക, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ റീറ്റെയിൻ ചെയ്യുക, അവർ തന്നെ വീണ്ടും പെർമനൻ്റ് ആക്കുക. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഈ പീപ്പിളിൻ്റെ എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ദ വർക്ക് ഫോഴ്സ് നീഡഡ് ടു അക്കംപ്ലിഷ് ഇറ്റ് സ്ട്രാറ്റജിക് ബിസിനസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ബിസിനസ് ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള വർക്ക് ഫോഴ്സ് ആവശ്യമാണ്. ഇനി പീപ്പിൾ CMM എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് വൺ സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എത്ര സ്റ്റാഫ്സ് വേണം, അവരെങ്ങനെയാണ് ടീമായിട്ട് നമ്മൾ നമ്മൾ സ്റ്റാഫിംഗ് ആൻഡ് പ്ലാനിങ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. ദെൻ വി ഹാവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ സ്റ്റാഫ്സ് ആൻഡ് ബിറ്റ്വീൻ ദ പ്രോജക്ട് മാനേജേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അവർ പറയുന്ന രീതിയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുമുണ്ട്. Then we have the work environment, the environment where we are working the organization, inside the organization. Then we have performance management. ഓരോ ആൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ നോക്കാൻ. ദെൻ ട്രെയിനിങ് എന്ന് പറയുന്നത് പുതിയൊരു ടെക്നോളജിയോ പുതിയ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് ട്രെയിൻ ചെയ്യണം, അതിന് വേണ്ടിയുള്ള കോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അവരുടെ സാലറീൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും അവർ എക്സ്ട്രാ വർക്ക് ചെയ്തതിൻ്റെ സാലറീസും, അതൊക്കെ കോമ്പൻസേഷൻ. പിന്നെ കമ്പീറ്റൻസി അനാലിസിസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, എത്രത്തോളം വർക്ക് നടക്കുന്നുണ്ട്, എത്രത്തോളം കമ്പീറ്റൻ്റ് ആയിട്ട് അനാലൈസ് ചെയ്യാൻ നടക്കുന്നുണ്ട്, അതൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നോക്കുന്നത്. കരിയർ ഡെവലപ്മെൻറ്റ്, പുതിയ ആൾക്കാർ വരുമ്പം അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ആൾക്കാരുടെ തന്നെ കരിയർ എങ്ങനെ മൂവ് ഓൺ ചെയ്യാം, അവർക്ക് പ്രമോഷൻസ് ഉണ്ടോ, അവർക്ക് ട്രാൻസ്ഫർ ഉണ്ടോ, അങ്ങനെയൊക്കെ. ദെൻ വർക്ക് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ വർക്കും ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്, അപ്പോൾ അത് ഗ്രൂപ്പിസം എങ്ങനെയാണ് ഫോം ചെയ്യാൻ പറ്റുന്നത്. ദെൻ ടീം ഓർ കൾച്ചർ ഡെവലപ്മെൻറ്റ്, അത് എല്ലാം ആ ഒരു ഓർഗനൈസേഷനിൽ ബിലോങ് ചെയ്യുന്ന ടീമും അവരുടെ കൾച്ചറും ഫോളോ ചെയ്യുന്ന ആ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ ഓർഗനൈസേഷന് വേണ്ടത് ബേസിക്കലി പീപ്പിൾ CMM വെച്ച് നമ്മൾ റെഫർ ചെയ്യുമ്പം നമ്മൾ ഹൈ ലെവൽസ് ഓഫ് പീപ്പിൾ CMM നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റും പ്രോജക്റ്റിൻ്റെ മാനേജ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ, ദാറ്റ് ഈസ് ബിഫോർ എ പ്രോജക്റ്റ് ക്യാൻ ബി പ്ലാൻഡ്, നമ്മൾ ആദ്യം എന്താണ് പ്രോഡക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അത് ആദ്യം മനസ്സിലാക്കണം. ഇനി ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്
അതിന് എന്തെങ്കിലും ആവശ്യത്തിന് ചേഞ്ചസ് ഒക്കെ വരണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എന്താണ്, ദെൻ ദ ടെക്നിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻസ് ദാറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളാണ് ഈ 4 പോയിന്റ്സ് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പറയാൻ പറ്റില്ല, അതിൽ വരുന്ന റിസ്ക് അസസ് ചെയ്യാൻ പറ്റില്ല, പ്രോജക്റ്റ് ടാസ്കിൻ്റെ ബ്രേക്ക് ഡൗൺസ് എവിടേക്കാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെ പ്രോജക്റ്റ് ഷെഡ്യൂൾ നമുക്ക് മാനേജബിൾ ആയിട്ടും ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അത് നമ്മൾ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞാലേ ബാക്കി അതിൽ വെച്ചുള്ള മുന്നോട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോജക്റ്റ് ടാസ്ക് എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് നമുക്ക് കുറേ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ഗ്രൂപ്പിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആ ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ എത്രയാണെന്ന് അറിയണമെങ്കിൽ ആദ്യം ആ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയണം. അതിനുശേഷം ആ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഈ ഒരു 4 കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഒബ്ജക്റ്റീവ്സും അതിൻ്റെ സ്കോപ്പും അവർ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അവരാണ് ഇത് മീറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ്. ഈ പ്രോഡക്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടും ആ പ്രോഡക്റ്റിൻ്റെ ഓവറോൾ ഗോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സ്റ്റേക്ക് ഹോൾഡർ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഓവറോൾ ഗോൾസ് അയാൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഗോൾസ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി, ആ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യം ഈ സ്റ്റേക്ക് ഹോൾഡർ വറിയാവണ്ട, അത് ഓർഗനൈസേഷനിലെ ടീം നോക്കിക്കോളും. ദെൻ സ്കോപ്പ് എന്ന് പറയുമ്പം എത്രത്തോളം ആ പ്രോഡക്റ്റിൻ്റെ സ്കോപ്പാണ് ഇൻ ദ സോഷ്യൽ വേൾഡ്, എത്രത്തോളം അത് സ്കോപ്പാണ്, അത് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി ഡാറ്റയും ഫങ്ഷൻസും ഒക്കെയാണ് ഈ സ്കോപ്പ് പറഞ്ഞ സാധനം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് മാനറിൽ നമുക്ക് ബൗണ്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്യാൻ മെഷർ എങ്ങനെയാണ് ഈ പ്രൈമറി ഡാറ്റയും ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ഒബ്ജക്റ്റീവും സ്കോപ്പും നമുക്ക് മനസ്സിലായി നമ്മൾ ആദ്യമേ അതൊക്കെ കണ്ടുപിടിച്ചു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ നമുക്കിനി അതനുസരിച്ച് അതിന് വേണ്ട ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഓൾട്ടർനേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജേഴ്സിന് ഏതാണ് ബെസ്റ്റ് അപ്രോച്ച് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാവും. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ കുറേ വഴികളുണ്ടാവും. അപ്പോൾ ഒന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ പറയുന്ന വഴി, ഒന്ന് വേറെ ഏതെങ്കിലും മാനേജേഴ്സിന് ഇഷ്ടമുള്ള വഴി, ഒന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞിട്ടുള്ള വഴി. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കുറേ സിനാരിയോസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ദ മാനേജർ ഹാവ് ആൻ ഐഡിയ ടു സെലക്ട് ബെസ്റ്റ് അപ്രോച്ച്. അത് മാനേജറിൻ്റെ ഇതനുസരിച്ച് മാനേജറിന് ബെസ്റ്റായിട്ട് അപ്രോച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൺട്രോൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റാണ്. നമ്മൾ കോംപ്ലക്സിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കോംപ്ലക്സിറ്റി മാനേജ് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിലും അതിനൊരു പ്ലാനിൽ പോകുമ്പോൾ, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുമ്പം നമ്മൾ കോംപ്ലക്സിറ്റി മാനേജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് പല മെത്തേഡ്സും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റ് ഷെഡ്യൂൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. ലൈക്ക് CPM മെത്തേഡും PERT മെത്തേഡൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടന്റ് ദാറ്റ് ഇസ് ബിയോണ്ട് സിലബസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം, ബിക്കോസ് അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് പ്രോജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്കത് അതിനെപ്പറ്റി ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, സോ എപ്പോഴും നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ചെയ്യുമ്പം നമ്മൾ പ്ലാനും കൺട്രോളൊക്കെ ചെയ്യുമ്പം കോംപ്ലക്സിറ്റി അതനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്കിപ്പം ഒരു പ്രസൻറ്റ് ഡേ സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോജക്റ്റ് ഫെയിലിയർ റേറ്റ് കൂടുന്നൊരു കണ്ടീഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ കേസ് വെയർ ദ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൺ. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഫെയിലിയർ റേറ്റ് എപ്പോഴും ഇതാവുന്നത്, ഹയർ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെത്തേഡ്സ് ടു അവോയ്ഡ് പ്രോജക്റ്റ് ഫെയിലിയർ. പ്രോജക്റ്റ് ഫെയിലിയറിൽ എങ്ങനെയാണ് നമുക്ക് പ്രോജക്റ്റ് ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയുള്ള കറക്റ്റ് മെത്തേഡ്സ് എന്താണ്. അപ്പോൾ ആദ്യം തന്നെ പ്രോജക്റ്റ് മാനേജറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഇവരാണ് കൂടുതലും ആ പ്രോജക്റ്റായിട്ട് ഇതാക്കുന്നത്. പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന 2 ആൾക്കാരാണ് പ്രോജക്റ്റ് മാനേജറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും. അപ്പം അവർ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, പ്രോജക്റ്റ് ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കോമൺ ആയിട്ട് വരുന്ന വാർണിംഗ് സൈൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വാർണിംഗ് വരും, അതിൽ ചില സൈൻസും ചില സിൻടാക്സ് ഒക്കെ എന്തായാലും വാർണിംഗ് വരും, റിസ്ക് വരുന്ന ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക.
പിന്നെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ കറക്റ്റായിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഈ പ്ലാനിങ്, മോണിറ്ററിങ്, കൺട്രോളിങ്, ഈ പ്രോജക്റ്റിൻ്റെ ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം തന്നെ പകുതിയോളം പ്രോജക്റ്റ് ഫെയിലിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പീപ്പിൾ കുറച്ചും കൂടി പീപ്പിൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദ പീപ്പിൾ ബിൽഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അവരാണ് അവിടെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ്. അവരാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് സക്സസ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, നല്ല വർക്ക് ചെയ്യുന്ന, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ആ പ്രോജക്റ്റ് സക്സസ് ആവുന്നത്. പക്ഷേ ചിലപ്പോൾ അവർ ഓഫൺ ദേ ആർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ബൈ ദ മാനേജർ ആൻഡ് അതർ സീനിയർ എഞ്ചിനീയേഴ്സ്. ചിലപ്പോൾ അവർ മാനേജേഴ്സ് എടുത്തതും സീനിയർ എഞ്ചിനീയേഴ്സ് എടുത്തതായിരിക്കും. അപ്പം കറക്റ്റായിട്ട് ഈ പ്രോജക്റ്റിനോട് വെല്ലായിട്ട് ട്രെയിൻ ചെയ്ത ആൾക്കാരുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പ്രോജക്റ്റായിട്ട് ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി കോൺടാക്റ്റ് ഉള്ള ആൾക്കാരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സീനിയർ മാനേജർ, ഒന്ന് പ്രോജക്റ്റ് മാനേജർ, ഒന്ന് പ്രാക്ടീഷണർ, ഒന്ന് കസ്റ്റമർ, ഒന്ന് എൻഡ് യൂസർ. സോ സീനിയർ മാനേജറാണ് ഏറ്റവും മേലെയുള്ളത്. സീനിയർ മാനേജറാണ് ആ ഒരു ബിസിനസ്സിൻ്റെ ഇഷ്യൂസൊക്കെ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ അയാൾക്കാണ് പ്രോജക്റ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഉള്ളത്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത്. ബാക്കിയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും അത്ര റോൾസ് ഇല്ല, ബട്ട് സ്റ്റിൽ ദേ ഹാവ് ടു ഡെവലപ്പ് ദ പ്രോജക്റ്റ്. ബട്ട് സീനിയർ മാനേജറാണ് മെയിൻ അതിൻ്റെ ഉത്തരവാദിത്വം. ഫുൾ ബിസിനസ് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീനിയർ മാനേജറാണ് നോക്കുക. സെക്കൻഡ് വി ഹാവ് പ്രോജക്റ്റ് മാനേജർ. പ്രോജക്റ്റ് മാനേജറാണ് അതിൻ്റെ താഴെ വരുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പിന്നെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ അതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ പ്രാക്ടീഷണേഴ്സാണ് വരുന്നത്. പ്രാക്ടീഷണേഴ്സ് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരാണ് ലൈക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ടെസ്റ്റിംഗ് ടീം, പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. അപ്പോൾ അവരൊക്കെയാണ് നമ്മൾ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയാം. സോ ദേ ബേസിക്കലി ഡെലിവർ ദ ടെക്നിക്കൽ സ്കിൽസ് ദാറ്റ് ആർ നെസസറി ടു എഞ്ചിനീയർ എ പ്രോഡക്റ്റ് ഓർ ആപ്ലിക്കേഷൻ. അവർക്ക് അറിയുന്ന സ്കിൽസ് വെച്ചിട്ട് അവർ ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. കസ്റ്റമർ എന്ന് പറയുന്ന ആൾക്കാരെന്തെന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അവർക്ക് എന്താണ് റിക്വയർമെൻറ്റ്സ് വേണ്ടത്, എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റിൽ കാണേണ്ടത്, ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവർ സ്പെസിഫൈ ചെയ്യും. എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരനെയാണ് എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു പ്രൊഡക്ഷൻ യൂസിന് വേണ്ടിയിട്ടാണ് ഈ എൻഡ് യൂസേഴ്സ് എന്നുള്ളൊരു ടേം നമ്മൾ കൊണ്ടുവരുന്നത്. ദേ ആർ ബേസിക്കലി ദേ ഇൻട്രാക്ട് വിത്ത് ദ സോഫ്റ്റ്വെയർ വൺസ് ഇറ്റ് ഇസ് റിലീസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ യൂസ്. സോ ദീസ് ആർ ദ 5 categories ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നെക്സ്റ്റ് വി ഹാവ് ടീം ലീഡേഴ്സ്. ടീം ലീഡേഴ്സ് എന്ന് പറയുന്നത് ഓരോ സോഫ്റ്റ്വെയർ പ്രോജക്റ്റും ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിനെ പോപ്പുലേറ്റ് ചെയ്യുന്നത് പീപ്പിളാണ്, ഫോൾ വിത്തിൻ ദിസ് ടാക്സോണമി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം ആ ഒരു ഗ്രൂപ്പിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാവും, അയാളാണ് ടീം ലീഡർ. അപ്പം എല്ലാവരും അയാൾക്കാണ് അപ്ഡേഷൻസ് പറയേണ്ടത്. ടീം ലീഡറിനാണ് ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം അവർ ചെയ്ത കാര്യങ്ങൾക്ക് അപ്ഡേഷൻ പറഞ്ഞിട്ട് ടീം ലീഡറാണ് അത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് എഫക്റ്റീവ് ആവണമെങ്കിൽ, ഒരു പ്രോജക്റ്റ് ടീമിൽ വെൽ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ ഓരോ പേഴ്സൻ്റെ സ്കില്ലും മാക്സിമൈസ് ചെയ്തിട്ട് അവരുടെ എബിലിറ്റി മാക്സിമൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോജക്റ്റ് ടീം ഓർഗനൈസ് ചെയ്യാൻ. ഇപ്പം ഒരു ടീമിൽ എല്ലാം സെയിം കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഇട്ടിട്ട് കാര്യമില്ല. ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉള്ള ഓരോ പേഴ്സൻ്റെയും സ്കില്ല് ഇൻഡിവിജ്വലി മനസ്സിലാക്കിയിട്ട് ഒരു ഗ്രൂപ്പിലിടുമ്പം എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരുടെയും ഐഡിയാസ് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ടീം ലീഡറിനെ ആക്കുമ്പം ആ ടീം ലീഡറുടെ പണിയാണ് ഓരോരുത്തർ ആൾക്കാരെയും സെലക്ട് ചെയ്തിട്ടുള്ള ആ പ്രോജക്റ്റ് എത്രത്തോളം ആൾക്കാർ വെൽ ട്രെയിൻ ആയിട്ടും മോട്ടിവേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുമെന്നുള്ളത് ടീം ലീഡറിന് അറിയുമായിരിക്കും. അതനുസരിച്ച് ടീം ലീഡർ ക്യാൻ ഫോം ഹിസ് ഗ്രൂപ്പ് ആൻഡ് ദെൻ ഹി ക്യാൻ ടേക്ക് ഹിസ് പ്രോജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഫോർ എ ഗുഡ് ടീം ലീഡർ. ഒരു ടീം ലീഡറെ സെലക്ട് ചെയ്യുമ്പം ആ ടീം ലീഡർ വേണ്ട ഫീച്ചേഴ്സാണ് MOI. ദാറ്റ് ഈസ് MOI ഇസ് മോഡൽ ഓഫ് ലീഡർഷിപ്പ്. MOI മോഡൽ ഓഫ് ലീഡർഷിപ്പ് എന്നാണ് പറയുക. MOIൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മോട്ടിവേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഐഡിയാസ് ഓഫ് ഇന്നോവേഷൻ. യൂഷ്വലി ഈ ഫീച്ചേഴ്സ് എപ്പോൾ ഉദ്ദേശിക്കുന്നത് MOI മോഡൽ ഓഫ് ലീഡർഷിപ്പ് എന്നാണ് പറയുക. അതിൻ്റെ ഫോളോയിങ് ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ ഇസ് മോട്ടിവേഷൻ. അതായത് ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സും ടെക്നിക്കൽ പീപ്പിളിനെ എൻകറേജ് ചെയ്യാനുള്ള എബിലിറ്റിയും അവരുടെ അടുത്ത് നിന്ന് ബെസ്റ്റ് എബിലിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം. ദാറ്റ് ഈസ് ബേസിക്കലി മോട്ടിവേഷൻ. സെക്കൻഡ് വൺ ഇസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ടീമിൽ തന്നെ, ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഇത്രയും ആൾക്കാരെയും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരെ മോൾഡ് ചെയ്യാൻ പറ്റണം.
അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടി ഈ ടീമിൽ ആഡ് ചെയ്ത് മോൾഡ് ചെയ്യാൻ പറ്റണം. തേർഡ് വൺ ഈസ് ഐഡിയാസ് ഓർ ഇന്നോവേഷൻസ്. അതായത് സെയിം തന്നെ മോട്ടിവേഷൻ പോലെ തന്നെ, ബട്ട് ഐഡിയാസും ഇന്നോവേഷൻസും വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കൊണ്ടുവരാൻ സാധിക്കണം. അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് തന്നെ ക്രിയേറ്റീവായിട്ടും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോയെന്നും അതനുസരിച്ച് ഐഡിയ കൊടുക്കാനും ഈ ഒരു പർട്ടിക്കുലർ ടീം ലീഡർ ഉണ്ടാവണം. അപ്പോൾ ഈ മോട്ടിവേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഐഡിയാസ് ഓർ ഇന്നോവേഷൻസ് ആണ് ഗുഡ് ടീം ലീഡർ ഷുഡ് പൊസസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ഒരു ടീം ലീഡർ ആവാം. നെക്സ്റ്റ് വി ഹാവ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്രോജക്റ്റ് മാനേജർ. ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന, അതിന് പ്രോജക്റ്റ് മാനേജറിൻ്റെ അണ്ടറിലാണ് ഈ വർക്കിംഗ് പ്രൊഫഷണൽസും ബാക്കിയുള്ള ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് മാനേജറിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം, മാനേജറിയൽ ഐഡൻറ്റിറ്റി വേണം, അച്ചീവ്മെൻറ്റ് വേണം, ദെൻ ഇൻഫ്ലുവൻസ് ആൻഡ് ടീം ബിൽഡിംഗ്. സോ ഫസ്റ്റ് വി ഹാവ് ഇസ് എ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ആദ്യം ആ ഒരു ഓർഗനൈസേഷനിലെ ടെക്നിക്കലായിട്ടും വരുന്ന ബാക്കി നോൺ ടെക്നിക്കലായിട്ടും വരുന്ന ഇഷ്യൂസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് സിസ്റ്റമാറ്റിക്കലി ആയിട്ട് അതിനൊരു സൊല്യൂഷൻ സ്ട്രക്ചർ ചെയ്യാൻ പറ്റണം. അതിനുശേഷം പ്രോജക്റ്റ് മാനേജറുടെ പണി എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്രാക്ടീഷണേഴ്സിനെ, വർക്കിംഗ് പ്രൊഫഷണലിനെ, ടെക്നിക്കൽ ടീമിനൊക്കെ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യണം. അതനുസരിച്ച് പാസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഓവർവ്യൂ ഐഡിയ ഉണ്ടാവണം. ആ പാസ്റ്റ് പ്രോജക്റ്റ് എങ്ങനെയാണ് നമുക്ക് പുതിയ പ്രോജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഐഡിയാസും ഉണ്ടാവണം. പിന്നെ എല്ലാ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസും എത്ര ഫെയിലിയർ ആയാലും അതനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് നിൽക്കാൻ പറ്റണം. ഓക്കെ, അത്രയും ഒരു ഹൈ പൊസിഷനാണ് ഈ പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് മാനേജറിന് അണ്ടറുള്ള പ്രോജക്റ്റ് ഫെയിൽ ആയാലും അല്ലെങ്കിൽ അത്ര യൂസ്ഫുൾ എത്തിയില്ലെങ്കിലും ഹീ ഷുഡ് റിമെയിൻ ഫ്ലെക്സിബിൾ ഇനഫ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിൽ വരുന്നത്. ഇത്രയാണ്. നെക്സ്റ്റ് വി ഹാവ് മാനേജറൽ ഐഡൻറ്റിറ്റി. അതായത് ഈ പ്രോജക്റ്റ് മാനേജർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് ഹി ഓർ ഷീ ആണ്. അപ്പോൾ ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് ദ കോൺഫിഡൻസ് ടു അസ്യൂം കൺട്രോൾ വെൻ നെസസറി. എപ്പോഴൊക്കെയാണ് കൺട്രോൾ വേണ്ടത് ആ സമയത്തൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവണം. അതനുസരിച്ച് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. കാരണം അത്രയും ഹൈ പൊസിഷൻസ് മാനേജ് ചെയ്യുമ്പം അതനുസരിച്ചുള്ള കോൺഫിഡൻസും ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഗുഡ് ടെക്നിക്കൽ പീപ്പിളിനെ അവർ ഇൻസ്റ്റിങ്സ് ഫോളോ ചെയ്യാൻ അലൗ ചെയ്യണം. കുറേ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും മാനേജറിൻ്റെ താഴെ. അപ്പം അവരുടെ ഐഡിയാസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ. സോ ദിസ് കംസ് അണ്ടർ മാനേജറൽ ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് വി ഹാവ് അച്ചീവ്മെൻറ്റ്. അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പീറ്റൻറ്റ് മാനേജർ, അതായത് വേറെയും ഗ്രൂപ്പ്സ് ഉണ്ടാവും, വേറെ പ്രോജക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും. അവരൊക്കെ ആയിട്ടൊരു കമ്പീറ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മാനേജറിന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആ ഒരു ഇനീഷ്യേറ്റീവിന് ഒരു റിവാർഡ് കൊടുക്കണം. കാരണം ഒരു നല്ലൊരു പ്രോജക്റ്റ് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ടീമിന് ആ ഒരു പ്രോജക്റ്റ് മാനേജർ റിവാർഡും കൊടുക്കണം. കാരണം അവർ അത്രയും പ്രോജക്റ്റ് ടീം അത്രയും നല്ലോണം ആ ഒരു പ്രൊഡക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആക്ഷൻസും അവർ എങ്ങനെയാണ് റിസ്ക് കൺട്രോൾ ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങൾ ദാറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റ് ത്രൂ ഹെർ ഓൺ ആക്ഷൻസ് ദാറ്റ് കൺട്രോൾ റിസ്ക് ടേക്കിംഗ് വിൽ നോട്ട് ബി പണിഷ്ഡ്. ഓക്കെ, അതായത് അവർ ചെയ്ത ആക്ഷൻസ് എന്തൊക്കെയാണ്, അവർ കൺട്രോളായിട്ട് റിസ്ക് ടേക്കിംഗ് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്തത്, അതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം, അവരെങ്ങനെയൊക്കെയാണ് അച്ചീവ് ചെയ്തതെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് റിവാർഡ് ചെയ്യാനുള്ള. അപ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റിന് നമ്മളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം വെൻ ദേ ആർ കമ്മിങ് അപ്പ് വിത്ത് ദിയർ പ്രോജക്റ്റ് ആൻഡ് കംപ്ലീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഇൻഫ്ലുവൻസ് ആൻഡ് ടീം ബിൽഡിംഗ്. ഇൻഫ്ലുവൻസ് ആൻഡ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു പ്രോജക്റ്റ് മാനേജറിൻ്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദേ ഷുഡ് റീഡ് പീപ്പിൾ. ബാക്കിയുള്ളവരെ കണ്ട് അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് വർക്കിംഗ് ഇല്ലേ, അങ്ങനെയൊക്കെ അനലൈസ് ചെയ്ത് ഹീ ഷുഡ് റീഡ് ദ പീപ്പിൾ. അതുപോലെ തന്നെ വേർബലായിട്ടും നോൺ വേർബലായിട്ടുള്ള സിഗ്നൽസ് മനസ്സിലാക്കണം. ആൾക്കാർ വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ രീതി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള പീപ്പിൾ എന്തൊക്കെയാണ് പറയുന്നത് അവരുടെ നീഡ്സ് അനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസിൽ വരുമ്പം ഹീ ഷുഡ് ബി അണ്ടർ കൺട്രോൾ. ഇതൊക്കെ ടീം മാനേജറുടെ ഒരു പേഴ്സണൽ കാര്യത്തിൽ വരുന്നതാണ്. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക,
ഹൈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ പ്രോജക്റ്റ് മാനേജറായിട്ട് വരുമ്പം ഇത്രയും കാര്യങ്ങളാണ് ഫോളോ ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാരെ മനസ്സിലാക്കണം, അവരുടെ നീഡ്സും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരണം, അവരുടെ ടെക്നിക്കൽ എബിലിറ്റി കൂടി മനസ്സിലാക്കണം, അവർ പറയുന്ന സിഗ്നൽസ് മനസ്സിലാക്കണം, അവരുടെ സിഗ്നൽസ് അനുസരിച്ച് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വരുമ്പം ഒരു പേഴ്സണൽ വ്യക്തി ഒരു ഓർഗനൈസേഷനിലെ പ്രോജക്റ്റ് മാനേജർ ആകുമ്പം ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇൻഫ്ലുവൻസ് ആൻഡ് ടീം ബിൽഡിംഗ്. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് ദ സോഫ്റ്റ്വെയർ ടീം. ഒരു സോഫ്റ്റ്വെയർ ടീം എന്ന് പറയുമ്പോൾ ഒരു ബെസ്റ്റ് ടീമാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഫോളോ ചെയ്യണം. പിന്നെ ഒരു ടീമിൽ എത്ര ആൾക്കാർ വേണം, അവരുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഓവറോളായിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രോബ്ലത്തിൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി ടീംസ് ചെയ്തപ്പോൾ തന്നെ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ടീംസ് എന്ന് പറഞ്ഞാൽ, ആ ഒരു ടീം എന്ന് പറഞ്ഞാൽ വെൽ കോർഡിനേറ്റഡ് ടീമായിരിക്കണം, എല്ലാവരും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ എഫക്റ്റ് ദ സ്ട്രക്ചർ ഓഫ് ടീംസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രോബ്ലത്തിൻ്റെ ഡിഫിക്കൽട്ടി, എത്രത്തോളം ഡിഫിക്കൽട്ടി ഓഫ് ദ പ്രോബ്ലം ദാറ്റ് ഷുഡ് ബി സോൾവ്. പിന്നെ സൈസ് ഓഫ് ദി റിസൾട്ടൻറ്റ് പ്രോഗ്രാം, എത്രയാണ് അവർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ സൈസാണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ എത്രയാണ് ആ ഒരു കാര്യം നോക്കണം. പിന്നെ ഏത് ടീമാണ് ദാറ്റ് ദ ടൈം ദാറ്റ് ദ ടീം വിൽ സ്റ്റേ ടുഗെദർ. ഒരു ടീം എന്ന് പറയുമ്പം എല്ലാ കാര്യത്തിനും എല്ലാ സമയത്തും ഒരുമിച്ച് നിൽക്കണം. ദെൻ ദ ഡിഗ്രി ടു വിച്ച് ദ പ്രോബ്ലം ക്യാൻ ബി മോഡലറൈസ്ഡ്. ആ ഒരു പ്രോബ്ലം വരുമ്പോൾ എത്ര ആ പ്രോബ്ലത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി, റിലയബിലിറ്റി, ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി. പിന്നെ ഡെലിവറി ഡേറ്റിൻ്റെ റിജിഡിറ്റി, എപ്പോഴാണ് പ്രോഡക്റ്റ് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി എഫക്റ്റീവായിട്ടുള്ള ടീം വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഡിഗ്രി ഓഫ് സോഷ്യബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ് ഫോർ ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിലെ ആൾക്കാർ തമ്മിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വേണം, സോഷ്യലൈസിങ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു ടീം വെച്ച് നോക്കുമ്പം ഒരു ടീം എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, ആ ടീമിലുള്ള എല്ലാ ആൾക്കാരും ഒരേപോലെ ബിഹേവിയറിലായാലും, ബിഹേവിയറല്ല ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും ടെക്നിക്കൽ സ്കിൽസിലായാലും കുറച്ച് എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്, എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ ടീം ഫോം ചെയ്യുമ്പം ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ടീം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷനിലെ പാരഡിഗും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കും. ദസ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. താങ്ക് യു.